വ്യാജ ലവ് ജിഹാദ് ആരോപണം ഉന്നയിച്ച് ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അതിക്രമിച്ച് കയറി മുസ്ലിം യുവാക്കളെ അടിച്ച് ആക്രമിച്ച് തീവ്ര ഹിന്ദുത്വവാദികൾ. ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് സംഭവം. ദേശീയ മാധ്യമങ്ങൾ, ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ വളരെ കാര്യമായി തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. ബജറംഗ് ദൾ ആണ് ഈ അതിക്രമത്തിന് പിന്നിൽ. യഥാർത്ഥത്തിൽ ഗുണ്ടായിസം കാണിക്കുന്ന, തീവ്രവാദ സ്വഭാവം കാണിക്കുന്ന പ്രവൃത്തിയാണ് ഇത് ചെയ്യുന്നത്. ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ബർത്ത്ഡേയിൽ അതിക്രമിച്ച് കയറി ആരൊക്കെയാണ് മുസ്ലിങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ മുസ്ലിങ്ങളെ ആക്രമിച്ചത്. ഈ മുസ്ലിം ചെറുപ്പക്കാരനടക്കം ആണ് അതിൽ ആക്രമണം നേരിട്ടത്. ഇതാണ് അതിന്റെ വിഷ്വൽസ്. നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ചിലത് ആ വിഷ്വൽസ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഇവരെ പോലുള്ളവരാണ് യഥാർത്ഥത്തിൽ അതിക്രമിക്കുന്നത്. അടിസ്ഥാനപരമായി ജീവിതത്തിൽ നന്നായി പഠിക്കുകയും ജോലി ചെയ്യുന്നവരോടും ജീവിതത്തിൽ ഉയർന്നു പോകുന്നവരുള്ള അസൂയയാണ്. ബേസിക്കലി ജലസി, അസൂയ, കുശുമ്പ് എന്നൊക്കെ പറയും. ആ കുശുമ്പിന് അസൂയയ്ക്ക് തീവ്ര ഹിന്ദുത്വത്തിന്റെ മുഖംമൂടി ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വിഷ്വൽസ് എന്തായാലും ഒന്ന് കാണാം. रेस्टोरेंट में इस भगवा गमछाधारी की एंट्री हुई। पीछे पूरी टोली है जो रेस्टोरेंट में बैठे लोगों की तरफ उंगली दिखाकर पूछती है कि तुम लोगों में से मुस्लिम कौन कौन है. ആരൊക്കെയാണ് മുസ്ലിം? റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു നല്ല ഹിന്ദുവാണ്, ആക്രമിക്കുന്നത് തീവ്ര ഹിന്ദുത്വവാദികളാണ്. ഈ വ്യത്യാസം ഒരിക്കലും മറക്കരുത്. റിപ്പോർട്ട് ചെയ്യുന്നത് നീരജ് കുമാർ എന്ന് പറയുന്ന ലലൻ ടോപ്പ്, അത്യാവശ്യം ഏറ്റവും അവിടുത്തെ പ്രമുഖ ഡിജിറ്റൽ മാധ്യമമാണ്. യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളിലുണ്ട്. നല്ല ഹിന്ദുക്കൾ, നല്ല മുസ്ലിങ്ങൾ, നല്ല ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിൽക്കും. തീവ്ര ഹിന്ദുത്വവാദികൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ക്രിസ്ത്യൻവാദികൾ ഇവർ ഈ രാജ്യത്തിന് അപകടവുമാണ്. मुस्लिम शब्द का इस्तेमाल नहीं होता बल्कि समुदाय के पुरुषों के लिए इस्तेमाल किया जाने वाला बेहद अपमानजनक शब्द सामने आता है. सेकंड झपकते ही ये घृणित भाषा शारीरिक ചില ആഭാസമൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുകയുണ്ടായി. ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് ആണ്. അവരെ അടിക്കുകയും ആക്രമിക്കുകയും ഉണ്ടായി. बजरंग दल के कार्यकर्ताओं ने पूरे रेस्टोरेंट में तांडव मचाया, खूब मारपीट की. आज तक से जुड़े कृष्ण गोपाल राज के मुताबिक मामला यूपी के बरेली का है. हिंदू पेंगुटिगला के कैफे में नर्सिंग की एक छात्रा अपने दोस्तों के साथ बर्थडे सेलिब्रेट कर रही थी. उसके 10 दोस्तों में 6 लड़कियां और 4 लड़के थे, जिसमें से 2 लड़के मुस्लिम थे. 6 പെൺകുട്ടികൾ, 4 ആൺകുട്ടികൾ, അതിൽ 2 ഹിന്ദു, 2 മുസ്ലിം. എല്ലാവരും क्यों? वो इसलिए क्योंकि इन्हें लग रहा था कि वो 2 मुस्लिम लड़के लव जिहाद कर रहे हैं. इस आभास की बुनियाद पर बजरंग दल के कार्यकर्ता पूरी പോലീസ് സംഭവം അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞു. ദൈവം സഹായിച്ച് പോലീസ് മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്തില്ല. അത് തന്നെ വലിയ കാര്യം. അതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ അത്ഭുതം. അതായത് അവിടെ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമിച്ചിട്ട് അവർക്ക് കേസെടുത്തില്ല എന്നുള്ളത് UP പോലീസിനെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇവിടെയാണ് ക്രിസ്ത്യാനികളെ ആക്രമിച്ചു, സാന്റാക്ലോസിനെ അടിച്ചു തീർത്തു, മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു. ഇത് നമ്മുടെ നാടിന്റെ ക്യാൻസറാണ്. ഈ തീവ്ര ഹിന്ദുത്വ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ക്യാൻസറാണ്. ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത്. ഈ ഗോഡ്സേവാദികൾ ഈ രാജ്യത്തിന്റെ അപകടമാണ്, രാജ്യത്തിന്റെ അർബുദമാണ്, ക്യാൻസറാണ്. ഈ തീവ്രത ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യക്കാർക്ക്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും അടക്കം വംശീയ ആക്രമണങ്ങൾ നേരിടാറില്ലേ? ആ വംശീയ ആക്രമണങ്ങൾ നേരിടുന്നത് അവിടുത്തെ വെൽത്ത വർഗ്ഗക്കാരാണ്, അവിടുത്തെ കൂക്ലക്സ് ക്ലാൻ ആണ്, അവിടുത്തെ ആര്യൻ വംശീയവാദികളാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വംശീയ വിദ്വേഷവാദികളാണ് ഈ ഗോഡ്സേവാദികൾ. അതുകൊണ്ട് ഇവരെ നിലയ്ക്ക് നിർത്തേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഇവർ ക്യാൻസറാണ്. ആ ക്യാൻസറിനെ ചികിത്സിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. വ്യത്യസ്ത രീതിയിൽ ചികിത്സിക്കാം. ഞാൻ ഗാന്ധിജിയുടെ പാതയിൽ ചികിത്സിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വേറെ ചിലർ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പാതയിൽ ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിയമത്തിന്റെ, അംബേദ്കറുടെ പാതയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഭ്രാന്താണ്, ഒരു ഗുണ്ടായിസമാണ് കാണിക്കുന്നത് എന്ന് പറയാൻ നമ്മൾ യാതൊരു മടിയും കാണിക്കണം. ഈ തീവ്ര ഹിന്ദുത്വ നമ്മുടെ നാടിനെ നശിപ്പിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം.